രാവിലെ ഉറക്കം എഴുന്നേറ്റ് മുതൽ ഭയങ്കര ക്ഷീണമായിരുന്നു കേട്ടോ. ഇന്നലെ കൊട്ടാരക്കരയിൽ നിന്ന് വന്നതിൻ്റെ ക്ഷീണമെന്ന് വിചാരിച്ചു ഒരു കാപ്പി ഇട്ട് കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ഇത് ഞാൻ ജൂവലറിയിൽ നിന്ന് എന്തോ സ്വർണ്ണം വാങ്ങിച്ചും ഫ്രീ ആയിട്ട് കിട്ടിയ ഗ്ലാസ്, അത് കാണിച്ചു തരുവാണേ. പിന്നെ അരി അടപ്പിയിട്ട് കേട്ടോ. നമ്മളിനി എത്ര വയ്യെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജോലി നമ്മൾ ചെയ്തല്ലേ പറ്റൂ. പിന്നെ ഇന്നലെ മഴയായതുകൊണ്ട് കൊണ്ടുവന്ന സാധനങ്ങളൊന്നും പുറത്ത് വെച്ചിട്ടില്ലായിരുന്നു. ഇന്ന് രാവിലെ എടുത്തു വെച്ചു കേട്ടോ. ചേനയും നാരങ്ങയും കറിവേപ്പിലയായിട്ടൊക്കെ നമ്മൾ വന്നത്, ഇഞ്ചിയായിട്ടൊക്കെ വന്നത്. കാര്യം എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടുന്ന് വീട്ടിൽ നിന്ന് നല്ല സാധനം കൊണ്ടുവരാൻ പറ്റും. ഇവിടെ നമ്മൾ ക്യാഷ് കൊടുത്ത് മേടിക്കണ്ടേ. പിന്നെ കുറച്ച് കുരുമുളക് കൊണ്ടുവന്നു കേട്ടോ. പിന്നെ രാവിലെ നമ്മുടെ മെയിൻ സാധനം ഗുളിക കഴിച്ചിട്ടേ നമുക്കിനി എന്തും ചെയ്യാൻ പറ്റും. ഒരു രോഗിയാണ് ഗൈസ്, ഞാൻ രോഗിയാണ്. പിന്നെ അവിടുന്ന് പിള്ളേരുടെ കുഞ്ഞമ്മയുടെ മക്കളെ അമൃതം പൊടി എടുത്തുകൊണ്ട് വന്നിട്ട് ഒരു കവറ്, അതും കുറുക്കി കുടിച്ചിട്ട് നമ്മൾ എവിടെ പോകാനാണ് ഒരുങ്ങുന്നത്. ഒരു ടി വി മേടിക്കണം കേട്ടോ. ടി വി മേടിക്കാനായിട്ട് പോവാം. മഴ സമയത്ത് ടി വി ഇടരുതെന്ന് പറഞ്ഞാൽ ഇടി സമയത്ത് നമുക്ക് ഇടിയൊന്നും ആയത്തില്ല മോളെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ സ്നേഹമുള്ള എൻ്റെ വാപ്പ ടി വി അടിച്ചു പോയി. അങ്ങനെ പിന്നെ ഒരു പുതിയ ടി വി മേടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഒറ്റ വാക്കിലൂടെ പറഞ്ഞാൽ ഈ മാമനെ പറ്റി തീരത്തില്ല കേട്ടോ. എൻ്റെ സ്വന്തം അച്ഛനെ പോലെയാണ്, ഭയങ്കര സ്നേഹമാണ്. അത്ര കാര്യം എൻ്റെ വാപ്പയെക്കായിട്ട് നല്ല സ്നേഹമെന്ന് തന്നെ പറയണം. നമ്മൾ വന്ന അന്ന് മുതൽ നമുക്ക് ഫർണിച്ചർ, നമ്മൾ വീട്ടിലേക്കുള്ള എല്ലാ ഫർണിച്ചറുകളും ഈ കടയിൽ നിന്ന് എടുത്താട്ടോ. ഉത്രാടം പേയാടാണ് ഈ കട, ഈ ഷോപ്പ് വരുന്നത് പേയാടാട്ടോ. ഭയങ്കര സ്നേഹമുള്ള മാമനാണ്. നമുക്ക് എല്ലാ സാധനവും ഇൻസ്റ്റാൾമെൻ്റായിട്ട് തരികയൊക്കെ ചെയ്യും കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിലെ എല്ലാ ഫർണിച്ചറും ഞാൻ അവിടെ നിന്ന് എടുത്തത്. ഇതാ കടയിലെ ആൻറ്റിയാണേ. പിന്നെ നമുക്ക് ബില്ലും കാര്യങ്ങളൊക്കെ എഴുതും. ഇതെന്നും എഴുത്തുണ്ട്. മാമൻ പറയും എഴുതും, ഞാൻ കൊടുക്കും, അവൾ സൂക്ഷിക്കത്തില്ല, എന്നിട്ട് ലാസ്റ്റിങ് പോരുമെന്ന്. അങ്ങനെ ടാറ്റ ബൈ ബൈ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. എനിക്ക് കുറച്ച് ദിവസം കൊണ്ട് എനിക്ക് നെയ് റോസ്റ്റ് കഴിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ആര്യാസ് ചോദിച്ച് നടന്ന് പൂജപ്പുര ഒരെണ്ണം ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ അവിടെ ചെന്ന്. പക്ഷെ വലിയ രസമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ടേസ്റ്റ് ഇല്ലായിരുന്നു. എല്ലാം ചിലപ്പം മോശം കടയായതുകൊണ്ടായിരിക്കാം, പക്ഷേ നല്ല കോഫിയായിരുന്നു. ഇതിൻ്റെ വാപ്പ വരച്ച് വെച്ചേക്കും കേട്ടോ. പിന്നെ ഒരു ചായയും കുടിച്ച് അവിടെ നിന്ന് ഉള്ളതും കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ വീടെത്തിയപ്പോഴത്തേന് ടി വി കാണിച്ചപ്പോൾ സന്തോഷം വാപ്പയ്ക്ക്. പിന്നെ അവിടെ ഉണ്ടായിരുന്ന ചേന, കൊണ്ടുവന്ന ചേന, ചാളയാണെങ്കിൽ കുരുമുളക് ഇട്ട് വറ്റിച്ച് കേട്ടോ. അങ്ങനെ ഇത് ഞാൻ രാവിലെ വെച്ച പയറ് മെഴുക്കുവരട്ടി, വലിയ രസമൊന്നും ഇല്ലായിരുന്നു. പിന്നെ തല കേട്ടോ പൊരിച്ചത്, മീൻ തലയൊക്കെ പൊരിച്ച് അതും കൂട്ടി ഒരു പിടി അങ്ങ് പിടിച്ച്. അതൊക്കെയായിരുന്നു, മഴയും പിടിച്ച്, അതൊക്കെയായിരുന്നു ഒരു സുഖം. പിന്നെ ടാറ്റ ബൈ ബൈ പറഞ്ഞ് അടുത്ത വീഡിയോ കാണാം. ടാറ്റ ബൈ ബൈ, സീ യു.